എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: കമ്പ്യൂട്ട് ദി സ്ക്വയേഴ്സ് ഓഫ് 16, 17, 18 ആൻഡ് 19. 16ൻ്റെ സ്ക്വയർ, 17ൻ്റെ സ്ക്വയർ, 18ൻ്റെ സ്ക്വയർ, 19ൻ്റെ സ്ക്വയർ എന്നിവ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ആദ്യം 16ൻ്റെ സ്ക്വയർ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. 16ൻ്റെ സ്ക്വയർ അല്ലേ, 16ൻ്റെ സ്ക്വയർ എങ്ങനെ എഴുതാം? 10 + 6 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ശരിയല്ലേ? 10 + 6 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെക്റ്റാങ്കിൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തത് എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. സിക്സ്റ്റീൻ എന്ത് എഴുതി? 10 + 6 അല്ലേ. അതുപോലെ തന്നെ 10 + 6 ആണ് 16 വരുന്നത്. 10 × 10 എത്രയാണ്? 100. 10 × 10 100. ഇനി എന്ത് വേണം? 10 × 6 അപ്പോൾ എത്ര വരും? 60 വരും. അതുപോലെ തന്നെ 6 × 10 അത് എത്രയാണ്? 60 ആണ്. 6 × 6 36. ഇതാണ് റെക്റ്റാങ്കുലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? അത് വെച്ചിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? ഇതേ ബോക്സ് നോക്കിയിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ എടുക്കാവുന്ന. അപ്പോൾ എന്ത് വരും? 10 × 10 അല്ലേ, 10 സ്ക്വയർ പ്ലസ് പിന്നെ എന്തുണ്ട്? 2 ടൈംസ്, അതായത് 10 × 6 6 × 10 അല്ലേ, 2 ടൈംസ് വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്താൽ നമുക്ക് 10 × 6 എത്ര ടൈംസാണ് വരുന്നുള്ളത്? 2 ടൈംസ് വരുന്നുണ്ട് അല്ലേ. അടുത്തതോ 6 × 6. 6 × 6 എന്ന് പറഞ്ഞാൽ 6ൻ്റെ സ്ക്വയർ. ക്ലിയർ അല്ലേ? 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 × 10 എത്രയാണത്? 100 ആണ് അല്ലേ. പിന്നെ എന്ത് വരും? 10 × 6 60. 60 × 2 എന്ന് പറഞ്ഞാൽ 120 പ്ലസ് 6ൻ്റെ സ്ക്വയർ 36. എല്ലാം കൂടി ആഡ് ഓൺ ചെയ്താൽ 100 + 120 + 36 എത്ര വരുന്നത് നോക്കാം. 100 + 120 നോക്കാം. അപ്പോൾ എത്ര കിട്ടും? 220 കിട്ടും അല്ലേ. പിന്നെന്താണ്? 36. അപ്പോൾ എത്ര വരും? 6 5 2 അല്ലേ. 6 5 2 അപ്പം 256 എന്ന് കിട്ടും. അപ്പം 16ൻ്റെ സ്ക്വയർ എന്ത് കിട്ടി നമുക്ക്? 256. ക്ലിയർ അല്ലേ? 16ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 256 ആണ്. ഓക്കെ അല്ലേ? അടുത്തത് 17ൻ്റെ സ്ക്വയർ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക്. 17 സ്ക്വയർ എന്താണ്? 17 സ്ക്വയർ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. 17 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 + 7 അല്ലേ. 17 എന്ന് പറഞ്ഞാൽ 10 + 7 ആണ്. അപ്പോൾ 17ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 + 7 ഹോൾ സ്ക്വയർ അല്ലേ. ഇതുപോലെ വരക്കാണ്ട് തന്നെ നമുക്കിത് ചെയ്യാമല്ലോ. എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം എന്ത് വേണം? 10ൻ്റെ സ്ക്വയർ അല്ലേ. പിന്നെയോ 10 × 7 × 2 അല്ലേ. 10 × 7 എത്രയുണ്ട്? 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ 10 × 7 × 2. അടുത്തതോ 7 × 7 അപ്പോൾ എത്രയാണ്? 7 സ്ക്വയർ. ക്ലിയർ അല്ലേ? അപ്പം 10ൻ്റെ സ്ക്വയർ 100 പ്ലസ് 10 × 7 × 2 എത്ര വരും? 7 × 2 എത്രയാണ്? 14. 14 × 10 140 പ്ലസ് 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 7 × 7 7 7s are 49. ഓക്കെ അല്ലേ? നമുക്കത് ഇവിടെ ആഡ് ഓൺ ചെയ്ത് നോക്കാം. 100 പ്ലസ് 140 പ്ലസ് 49 അപ്പോൾ എത്ര കിട്ടും? 9 4 + 4 8 1 + 1 2 289 ആണ് ആൻസർ വരുന്നത്. എത്രയാണ്? 289. അപ്പോൾ 17ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 289. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് 18ൻ്റെ സ്ക്വയർ അല്ലേ. അടുത്തത് എന്താണെന്ന് പറയുന്നത്? 18ൻ്റെ സ്ക്വയർ. അപ്പോൾ 18ൻ്റെ സ്ക്വയർ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്ത് നോക്കാം. എന്ത് വരും? 10 + 8 ഹോൾ സ്ക്വയർ അല്ലേ. സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതിയതാണ് 10 + 8 ഹോൾ സ്ക്വയർ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? 10 സ്ക്വയർ പ്ലസ് 10 ×
8 ഇൻറ്റു 2 അല്ലെങ്കിൽ 2 ഇൻറ്റു 10 ഇൻറ്റു 8 എങ്ങനെ വേണമെങ്കിലും എഴുതാം, കുഴപ്പമില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും വലിയ പ്രശ്നമൊന്നും ആവാൻ പോകുന്നില്ല. പിന്നെ എന്ത് വേണം? 8ൻ്റെ സ്ക്വയർ. 10ൻ്റെ സ്ക്വയർ 100 പ്ലസ് 8 ഇൻറ്റു 2 ഇൻറ്റു 10 അല്ലെങ്കിൽ 10 ഇൻറ്റു 8 ഇൻറ്റു 2. അപ്പോൾ എത്ര കിട്ടും? 8 2s are 16. 16 ഇൻറ്റു 10 160 പ്ലസ് 8 സ്ക്വയർ 8 8s are 64. എല്ലാം കൂടി ആഡ് ഓൺ ചെയ്താൽ എന്ത് വരും? 100 പ്ലസ് 160 പ്ലസ് 64. 0 പ്ലസ് 0 പ്ലസ് 4 4 ആണ് ആൻസർ. 0 പ്ലസ് 6 പ്ലസ് 6 12. റിമൈൻഡർ 1. 1 പ്ലസ് 1 2 പ്ലസ് റിമൈൻഡർ കൂടി കൂട്ടിയാൽ 3. അപ്പോൾ ആൻസർ എത്രയാണ്? 324. 324 ആണ് ആൻസറായിട്ട് വരുന്നത്.